മാനസ മനോജ് ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുമായി. മാനസ, നിലവിൽ തിരുവനന്തപുരം, കൊല്ലവും ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കുകയായിരുന്നു. ഈ അറിയിപ്പിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടല്ലേ? തീർച്ചയായും വിനിഷ, ഈ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അവസാനം വന്ന മുന്നറിയിപ്പിലും പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തന്നെയായിരുന്നു അലർട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്ക് മാത്രമാണ് സാധ്യത എന്ന മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ ജൂൺ 3 വരെയുള്ള അലർട്ടാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ഒപ്പം മറ്റ് ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ കൂടിയും ഇന്ന് താരതമ്യേന കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ ജില്ലകളിലും ഇത്തരം ഒരു അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മലയോര മേഖലകളിൽ ശക്തമായി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഴയുടെ ആ ഒരു തീവ്രത കുറഞ്ഞു എങ്കിൽ കൂടിയും മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കാലവർഷം ഇത്തവണ പ്രവചിച്ചതിലും ഒരു ദിവസം നേരത്തെ എത്തിയതിനാൽ തന്നെ ഇത്തവണ കാലവർഷത്തിൽ സെപ്റ്റംബർ വരെയായിരിക്കും കാലവർഷം ഉണ്ടാവുക. അതുമാത്രമല്ല, ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുമെന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ശരി, മാനസ മനോജാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് തുടരുകയാണ്. ഈ മുന്നറിയിപ്പുകളൊന്നും തന്നെ അവഗണിക്കാതിരിക്കുക. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.